അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13 അധ്യായം 4-5 വാക്യങ്ങൾ വായിപ്പാൻ താല്പര്യപ്പെടുന്നു. ആക്സ് ചാപ്റ്റർ 13 വേഴ്സസ് 4 and 5. അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്യയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. വേഴ്സ് 5. സലമീസിൽ ചെന്ന യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. By the Holy Spirit, they went down to Seleucia, and from there they sailed to Cyprus. And when they arrived in Salamis, they preached the word of God in the synagogues of the Jews. They also had John as their assistant. പൗലോസിൻ്റെ ഒന്നാമത്തെ മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ ആരംഭിക്കുന്ന അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. Here we see the first part of Paul's missionary journey. 13 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള 3 വരെയുള്ള വാക്യങ്ങൾ നാം കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. We already studied about the verses that we see prior in this chapter. ദൈവദാസന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അപ്പോസ്തലനായ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും തലയിൽ കൈവച്ച് അവരെ കർത്താവിൻ്റെ വേലയ്ക്കായി പറഞ്ഞയച്ചു. And we see that they sent Barnabas and Saul for the work of God, and they prayed and anointed them, and they sent out for the ministry. വളരെ സുപ്രധാനമായ ഒരു ശുശ്രൂഷയാണ് അന്ന് അന്ത്യോക്യയിൽ ഉണ്ടായിരുന്ന ചർച്ച് നൽകി അവരെ അയപ്പാനായിട്ടിടയായി തീർന്നത്. And there we see that it was a prominent ministry that the church in Antioch gave them, and they had to do that. 3-ാം വാക്യം അവസാനിക്കുന്നത് അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു എന്നാണ്. In verses 3 we see that they fasted and prayed, and they laid hands on them, and they sent them away. എന്നാൽ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. But in verses 4 we see that so being sent out by the Holy Spirit. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ സുപ്രധാനമാണ്. So there are two things that is important here. ഒന്ന്, ദൈവദാസന്മാരുടെ പ്രാർത്ഥന അവരുടെ തലമേൽ കൈവച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചപ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവ് അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായി കഴിയും. And here we see that the servants of the Lord, they fasted and prayed and laid hands on them, and they sent them. But we also see that the Holy Spirit approved this sending out. പോളിൻ്റെ ബർന്നബാസിൻ്റെ മിഷണറി യാത്രയ്ക്ക് ആരാണ് അവരെ പറഞ്ഞയപ്പാനിടയായി? So who were the people who sent Paul and Barnabas to this ministry? അവരെ ഒരുക്കിയതാരാണ്? Who mentored them for this journey? ആരാണ് അവരുടെ ആ സ്ട്രാറ്റജി മുഴുവൻ തയ്യാറാക്കിയത്? Who was the person who created the strategy for this ministry? പൗലോസിന്റെ അറിവിൽ ഉണ്ടായ ഒരു കാര്യമല്ലത്. This is not out of the foreknowledge of Saul that he had. പൗലോസിന്റെ കഴിവിൽ സംഭവിച്ച ഒരു കാര്യമല്ല. This is not because of the wisdom that Saul had. പൗലോസിന് ഉണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിൽ എൻ്റെ മികവിൽ സംഭവിച്ച ഒരു കാര്യമല്ല ഇത്. It is not because of the knowledge that Saul had that he did this. ഏതെങ്കിലും വലിയ പ്രത്യേകതകൾ തനിക്കുണ്ടായിരുന്നത് കൊണ്ടല്ല തന്നെ ഇങ്ങനെ ഒരുക്കി പരിശുദ്ധാത്മാവ് പറഞ്ഞയപ്പാനായിട്ടിടയായത്. And it is not because of any of the peculiarity that Saul had that he was sent for this ministry. പൗലോസിന്റെ കഴിവിനെ കുറിച്ച് നമുക്ക് പഠിച്ചാൽ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ We കഴിയും. have already studied about the fact that Paul was a very educated person. തന്റെ വിദ്യാഭ്യാസം നമുക്കറിയാം. ജൂവിഷ്, ഗ്രീക്ക്, റോമൻ കൾച്ചർ എല്ലാം തനിക്കുണ്ടായിരുന്നു. And he had good knowledge, and he also had the culture of Jew, Greek and Roman. അവൻ ജനിച്ചു വളർത്തപ്പെട്ടത് ടാസസിലായതുകൊണ്ട് അവിടുത്തെ ഒരു ഹെലനിസ്റ്റിക് കൾച്ചറൽ സെന്റർ ആയിരുന്നു. അതുകൊണ്ട് താൻ അതും വളരെ ഫ്ലുവൻ്റ് ആയി തനിക്ക് മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരുന്നു. And since he was born in Tarsus, he also had a good knowledge about the Hellenistic culture. താൻ വളരെ ഫെമിലിയർ ആയിരുന്നു ഗ്രീക്കിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. We also understand that he was very familiar in Greek. വളരെ അറിയപ്പെടുന്ന ആളായിരുന്നു ക്ലാസിക്കൽ ഫിലോസഫിയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And we also know that he had great knowledge in classical philosophy. ജൂയിഷ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്, ലിറ്റററി ട്രെയിനിങ്, വൊക്കേഷണൽ ട്രെയിനിങ്, ഇങ്ങനെ ട്രേഡ് പോലും ചെയ്യത്തക്ക രീതി നമുക്കറിയാം. താൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടെൻ മേക്കറാക്കി വളരെ ശക്തനായി റോമൻ സിറ്റിസണായി ബൈ ബർത്ത് തന്നെ താൻ അതിനകത്താണ്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലീഗൽ റൈറ്റോടുകൂടെ താൻ ജീവിച്ചും വളർന്നും വന്ന ഒരു വ്യക്തിയായിരുന്നു. So now we know that the background
background of Saul is that he was a very prominent person. He was a very knowledgeable person with a good culture. And we also see that he also had the profession of a tent maker. So we understand that he had good knowledge and good base. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, അത് മാത്രമല്ല, ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് തൻ്റെ എഡ്യൂക്കേഷൻ മികച്ച ഒരു ജൂവിഷ് സ്കോളറാക്കി തന്നെ മാറ്റുവാനായിട്ടിടയായി തീർന്നു എന്ന് നമുക്കറിയാം. We also know that it was Gamaliel who trained him and who made him a Jewish scholar. അപ്പോൾ ഇത്രയും പ്രത്യേകത ഉള്ളത് കൊണ്ടാണോ പരിശുദ്ധാത്മാവ് തന്നെ തിരഞ്ഞെടുത്തേ? So is it because of all these peculiarities of Saul that we mention now that the Holy Spirit anointed him for this ministry? കർത്താവിൻ്റെ വേലയ്ക്കായി അപ്പോസ്തലനായ പൗലോസിനെ ഒരു മിഷണറിയാക്കാൻ സ്വർഗത്തിലെ ദൈവം പ്രാപ്തനാക്കിയത് തൻ്റെ അറിവും തൻ്റെ വിദ്യാഭ്യാസവും തൻ്റെ പാരമ്പര്യവും തന്നെയാണോ? Do you think that it was all these eloquencies that we spoke about Paul, that was the reason for the Holy Spirit to ordain him as the minister for Christ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മികച്ച മനുഷ്യനാക്കി മാറ്റുവാനായിട്ടിടയായി. In my language, I would say that all these qualities that Paul possessed made him a good person. പക്ഷെ അതല്ല തന്നെ ഒരു മിഷണറിയാക്കി മാറ്റുവാനിടയായി. But none of these qualities used him or made him a missionary for കാരണം Christ. ഫിലിപ്പിയ ലേഖനത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, താൻ ജനിച്ചതും വളർന്നതും 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റതും എബ്രായിൽ ജനിച്ചതും ആമേൻ ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞ് ലിസ്റ്റ് 8 കൂട്ടം ലിസ്റ്റ് പറഞ്ഞിട്ട് താഴെ പറയുന്നു, ഇതിനെല്ലാം ഞാൻ ചവറന്നെണ്ണുവാനായിട്ടിടയായി. But we see that in Philippians, Paul, when he speaks about all about him and his history, and he mentions 8 points about him and his history, and then he says that I do not consider any of this worthy. തന്റെ കർത്താവിന്റെ ഒരു മിഷണറി ആക്കുന്നതിന്റെ പിന്നിലുള്ള ആ ഡിവൈൻ ഫോഴ്സ് എന്തായിരുന്നു? So what was the divine force that made him a minister for Christ? അതാണ് 4-ാം വാക്യത്തിൽ അതിന്റെ മറുപടി പറയുന്നത്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. And we see that answer in verses 4, which says that it was the Holy Spirit that sent them out. അവനെ ട്രാൻസ്ഫർമെന്റും കൊടുക്കുന്നതും അവനെ കോൾ ചെയ്യുന്നതും ഒക്കെ പരിശുദ്ധാത്മാവായിരുന്നു. We understand that it was the Holy Spirit that called them and transformed them for this ministry. ഡമാസ്കോസിൽ വെച്ച് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അവിടെയും വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമായിരുന്നു. And it was the presence of the Holy Spirit that was felt when in Damascus Saul was able to hear the voice of the നമുക്കറിയാം Lord. ഒരു ഡിവൈൻ ആൻഡ് സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ നമുക്ക് അവിടെ കാണുവാൻ And കഴിയുന്നുണ്ട്. there we know that there was a divine and a supernatural intervention in Damascus. അവിടെ നിന്ന് ഒരു ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി And കഴിയുന്നു. we also understand that the guidance and direction was given to Saul by the Holy Spirit. ചിലടത്ത് പോകണമെന്നും ചിലടത്ത് പോകരുതെന്ന് വിലക്കാൻ പോലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നു. And we see that the Holy Spirit was there in him, and that allowed him to go to certain places and restricted him to go to certain other places. അപ്പോൾ തന്റെ സ്വന്തമായ കഴിവിലൊന്നുമല്ല ആശ്രയിച്ചത്, കർത്താവായി തനിക്ക് നൽകക്കൊടുത്ത പരിശുദ്ധാത്മാവിൽ താൻ ആശ്രയിപ്പാനായിട്ടിടയായി. And here we could say that Saul did not rely on all the eloquencies or all the proficiencies that he had, rather he relied on the presence and the grace of the Holy Spirit in 1 him. കൊരിന്ത്യർ 2:5 ഇങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലായിരുന്നു. And we see in 2 Corinthians, that is why Paul says that my ministry is not because of my worth, it is because of the grace of the Lord that was showered upon me. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അതാണ് താൻ അവിടെ എടുത്തു കാണിപ്പാനായിട്ടിടയായി So തീർന്നത്. here we see that he portrays the power of the Holy Spirit that was in him. അങ്ങനെ തന്റെ മിഷണറി യാത്രയുടെ ആരംഭമായി. And now we see the beginning of his ministry അപ്പോസ്തലനായ journey. പൗലോസിന്റെ കൂടെ ബർന്നബാസും കൂടെയുണ്ട്. And so we know that also Barnabas was a part of Saul in this journey. അങ്ങനെ അവർ കുപ്രോസ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. And they sailed to a place named Cyprus.
പൗലോസിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് താൻ ഏത് സ്ഥലത്ത് ചെന്നപ്പോഴും അവിടെ ഒരു ചർച്ചുമായി അഫിലിയേറ്റ് ചെയ്ത് നിൽപ്പാൻ താൻ ആഗ്രഹിക്കുകയാണ്. And one peculiarity of Saul is that wherever he went to, he wanted to associate with the church in that local അവിടെ നമുക്ക് community. കാണാൻ കഴിയുന്നു താൻ വന്ന ഉടനെ തന്നെ തന്റെ സഹയാത്രികനായ ബർന്നബാസിനോട് കൂടെ ആമേൻ ഒരു പള്ളിയിൽ ചെന്നു, ദേവാലയത്തിൽ ചെന്നു, സിനഗോഗിൽ ചെന്നു എന്നാണ് കാണുവാനായി And that കഴിയുന്നത്. is why we see in verses 5 that he went to the synagogues and he was accompanied by John. ഇനി നമ്മൾ ഇത്ര നേരം പൗലോസിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ബർന്നബാസിനെ കുറിച്ച് ഒന്ന് പറയാം. So now let us talk about Barnabas. ഈ കുപ്രോസ് എന്ന് പറയുന്ന സ്ഥലം ബർന്നബാസിന്റെ ജനന സ്ഥലമാണ്. And this place, Cyprus, is the birthplace of Barnabas. ബർന്നബാസ് വളർന്ന സ്ഥലം, താൻ പഠിച്ചും ആരാധിച്ചും വന്ന ചർച്ച്. And so now we understand that Barnabas was born in this land and he studied the word of God and he worshipped in this land. ബർന്നബാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചിൽ താൻ ഇപ്പോൾ വന്നത് നേരത്തെ വന്നതുപോലെ അല്ല. And according to how he comes to this church right now, it is different from how he used to come before. നേരത്തെ താൻ ഈ ചർച്ചിൽ വന്നത് തന്റെ പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് ആരാധിപ്പാൻ, വചനം പഠിക്കുവാൻ, വചനം കേൾക്കുവാൻ ഒക്കെ താൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. Earlier he traveled to he traveled and he came to this church. He came maybe with his father and he came there to praise and worship the Lord and to learn the word of God. എന്നാൽ അന്നുണ്ടായിരുന്ന ഒരു അനുഭവത്തിലല്ല ഇപ്പോൾ ഈ ബർന്നബാസ് ഈ ചർച്ചിൽ But എത്തിച്ചേർന്നിരിക്കുന്നത്. now when he comes to this church, it is not the same experience that he has. ആമേൻ. ആ അന്തരീക്ഷത്തിൽ എക്സ്പീരിയൻസിൽ അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസിലാണ് വന്നിരിക്കുന്നത്. So now when he comes to this church, it is with a different experience that he comes to. കാരണം അന്ന് താൻ ജസ്റ്റ് ഒരു ആരാധനയ്ക്ക് വേണ്ടി ഒരു മെമ്പറായി അവിടെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ താൻ വന്നിരിക്കുന്നത് ഒരു സുവിശേഷകനായിട്ടാണ്. But now we understand that earlier he came to that church as a member of the church, but now he comes there as the minister of Christ. അന്ന് താൻ മശിഹയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കേട്ട മശിഹ അവൻ തന്നെ എന്ന് പ്രൂവ് ചെയ്യുവാൻ താൻ ഇന്ന് സുവിശേഷകനായി ആ ചർച്ചിലേക്ക് വന്നിരിക്കുകയാണ്. And now when he comes to this church, the same Messiah that he heard about, now he has come to this church to prove that that Messiah itself is Christ. Praise the Lord. Amen. എന്തൊരു വ്യത്യാസമാ ബർന്നബാസിന്റെ ജീവിതത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം നൽകിക്കൊടുത്തു. Imagine the amount of transformation that God brought in Barnabas's life. അപ്പൊ രണ്ടുപേരായി അല്ലേ? So now there are two people. ഒന്ന് First person, നിങ്ങൾ ആരിലും ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്കുക. അവർക്ക് വേണ്ടി നമുക്കൊന്ന് സ്പെഷ്യൽ പ്രാർത്ഥന കൊടുക്കാം. ആരും ഉറങ്ങുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആരെ കുറിച്ചാ പറഞ്ഞേ? അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച്. രണ്ട്, മൂന്ന് ആരാന്നറിയ ഇനി ഉള്ള ആളോടുള്ളേ. മൂന്നാമത് ഒരാളുടെ പേരൂടെ അവിടെ വായിച്ച്, ജോൺ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് യോഹന്നാനെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയും. And here we see the third person that was there with them was John. ബർന്നബാസിനോടും അപ്പോസ്തലനായ പൗലോസിനോടും കൂടെ യോഹന്നാൻ, ജോൺ മാർക്ക് എന്ന് പറയുന്ന ദൈവദാസനും കൂടെ ഉണ്ടായിരുന്നു. and now we see that along with Saul and Barnabas there was a third person and he was John Mark. ദൈവസഭയ്ക്ക് നമുക്ക് ഒരു ദർശനമുണ്ട്, നമുക്ക് ഒരു വലിയ ആഗ്രഹങ്ങളുണ്ട്. As a church of God, we have vision, we have desire. നമ്മുടെ ആഗ്രഹവും നമ്മുടെ ദർശനം എന്ന് പറയുന്നത് നമ്മുടെ സഭ വളരണം, ഒത്തിരി ആത്മാക്കൾ ഇതിനകത്ത് വരണം, ഒത്തിരി ലാംഗ്വേജിലുള്ളവർ വരണം, ഒത്തിരി ആരാധിക്കുന്ന ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ഉപവസിക്കുന്ന ദൈവമക്കൾ, അങ്ങനെ ശക്തരായി വലിയ രോഗശാന്തി അത്ഭുതങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സഭയായി മാറണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ട്. അപ്പോസ്തലനായ പൗലോസ്, സഹയാത്രികനായ ബർന്നബാസ്, കൂടെ ഒരു യോഹന്നാൻ. And now here we see that there is Saul, there was Barnabas, and there was also an assistant, John. ദൈവസഭയുടെ ആഗ്രഹം നല്ലതാണ്. The desire of the church is good. പക്ഷെ നമുക്കത് ഈ ദിവസങ്ങളിൽ കാണുവാൻ കഴിയണം. But now we have to see that in these days. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മൾ ഒരു ഔട്ട്റീച്ചിന് പോയാൽ പോലും നമ്മൾ ആദ്യം നോക്കുന്ന മലയാളി ഉണ്ടോ ഇന്ത്യക്കാരനോ ഉണ്ടോ എന്ന്. But our problem is that even when we go for an outreach, we look for an Indian face. എന്നാൽ നമുക്ക് ഈസി അവരോട് ഇച്ചിരി കൂടെ ഒന്ന് സുവിശേഷം പറയാനും ഒന്ന് കണക്ട് ആകാനും ഒക്കെ. Because it is easy for us to connect with them. നാം നമ്മുടെ പശ്ചാത്തലത്തിലുള്ളവരെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. We first look for the people who are similar to our traditions. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. That is not something wrong. അത് തെറ്റേയല്ല. That is not wrong. പക്ഷേ നമ്മുടെ ദർശനത്തെ,
നാം വികസിപ്പിച്ചെടുക്കാനും കൂടെ ദൈവകൃപയിൽ ആശ്രയിപ്പാനിടയായി. But we should also have the grace to expand the vision that God has given us. നമ്മൾ ഒരു പശ്ചാത്തലത്തിൽ മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കരുത്. We should not be confined to one background alone. ഇച്ചിരൂടെ വികാസം വേണം, ഇച്ചിരൂടെ വിപുലീകരിക്കപ്പെടണം, ഇച്ചിരൂടെ നാം ഒന്ന് സ്പ്രെഡ് ആകണം, ഇച്ചിരൂടെ നാം പലരെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. We have to spread ourselves, we should expand ourselves, and we should be able to accept people. ഇവിടെ നാം കാണുന്നു അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ഒരു ലീഡേഴ്സായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കുപ്രോസിലെത്തുമ്പോൾ തങ്ങളോട് കൂടെ ഒരു യോഹന്നാനും കൂടെ വരികയാണ്. And now here we see that when Saul and Barnabas go to Cyprus, there is another person who assists them, and that is John Mark. പ്രാർത്ഥിച്ച് കൈവച്ച് വിട്ട കൂട്ടത്തിൽ ഈ ജോൺ മാർക്ക് ഇല്ലായിരുന്നു. And when we think about who was prayed for and laid hands on, it was just Saul and Barnabas, not John. പക്ഷേ യോഹന്നാനും കൂടെ അവരോടൊപ്പം ഉണ്ടായി. But now we see that John is also there with them. ജോൺ മാർക്കിനെ കുറിച്ച് പറയുന്നത് അവൻ അവരോട് കൂടെ ഒരു ഭൃത്യനായി അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ്. And we see that John was an assistant with them. 5-ാം വാക്യത്തിൽ ഇങ്ങനെയായിരുന്നു, യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. And we see that they preached the word of God in the synagogues of the Jews, and there we see that John was there with them as an assistant. താഴേക്ക് വായിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു പോയി എന്നും എഴുതി വെച്ചിട്ടുണ്ട്. And after that we see that John departed from them after a while. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾക്കറിയാം സെൻറ്റ് ആൻഡ് വെൻറ്റ് എന്നുള്ള ഭാഗം. A couple of weeks back, we studied the difference between sent and went. ഒരു കൂട്ടം സെന്റ് പേഴ്സൺസ് ഉണ്ട്, ഒരു കൂട്ടം വെന്റ് പേഴ്സൺസ് ഉണ്ട്. There are a couple of people who are sent and there are others who went. സെന്റ് പേഴ്സന്റെ പ്രശ്നം ഏറ്റവും ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവരെ അയച്ചവരാണ്. And the people who are sent by the urging that they receive from the Holy Spirit. സെന്റ് പേഴ്സന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സഭ അവരെ അംഗീകരിച്ച് അവരുടെ മേൽ കൈവച്ച് അയച്ചവരാണ്. And the people who are sent are people who are accepted by the church of God, and they have laid hands on them and prayed for them and sent them. വെന്റ് പേഴ്സന്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ കൂടെ പോയതാണ്. And the people who go with them and they went with them, it's just that they followed the other people. ഒരു തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ആരെങ്കിലും ഒരു നല്ല ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരു നല്ല മഹാനായി മാറുമ്പോൾ, നല്ല അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു പാസ്റ്ററായി മാറുമ്പോൾ, അല്ലെങ്കിൽ നല്ല ശുശ്രൂഷ കാണുമ്പോൾ, നന്നായി പ്രസംഗിക്കുന്ന കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരും, അതുപോലെ എനിക്കും ഒന്ന് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. അതാണ് വെന്റ് പേഴ്സൺസ് ചെയ്യുന്നത്. And an example that I could give is when a person, he ministers well and he does the ministry of the Lord well, Lord in a good manner, another person thinks that I want to follow this person and do the same, and that category of people is known as the people who went. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ട് ഇറങ്ങിയവരാണ് ഇവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ In കഴിയും. our language we could say that they saw and they went. കണ്ടിറങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. And the problem with that category of people is that there is a chance for them to fail in their journey. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ തന്നെ അതിന്റെ 15, 16, 17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആമേൻ ഈ യോഹന്നാൻ അവരെ വിട്ടിട്ട് തിരിച്ച് യെരുശലേമിലേക്ക് പോയി എന്ന്. And that is why we see in the verses that follow that John does not accompany them after some time. ഈ യോഹന്നാനെ കുറിച്ച് നമുക്ക് നോക്കാം. Now let us think about John. ഈ ജോണിനെ നിങ്ങൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. We see this John in Acts chapter 2. ആമേൻ പോരാ താഴേക്ക് വരുമ്പോൾ യെരുശലേമിൽ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ആമേൻ ഈ ആമേൻ ജോണിന്റെ വീട്ടിൽ താമസിച്ച് ചില ദിവസങ്ങൾ പാർത്ത് അവർ പ്രാർത്ഥിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. And we also see that Peter and James, they go to John Mark's house and stay with them. തന്റെ മാതാവ് ആമേൻ മറിയയുടെ കൂടെ അവർ ഇരുന്ന് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച ചരിത്രമുണ്ട്. And there is also a history of them going and being with John Mark's mother and praying with her. പകൽ മുട്ടിന്മേലിരുന്ന് ആമേൻ പൗലോസും ബർന്നബാസും പ്രാർത്ഥിക്കും, ദൈവത്തോട് യാചിക്കും, ഉപവസിക്കും. കർത്താവേ നിന്റെ വേലയ്ക്കായി ഞങ്ങളെ വിളിക്കണേ, നല്ല വഴികളെ തുറക്കണേ. ആമേൻ അങ്ങനെ ഒരു മിഷനറി ആമേൻ മിനിസ്ട്രി മൈൻഡ് അവർ പ്രാപിച്ച്
ചർച്ച ചെയ്യുക പോലും ചെയ്യുവാനിടയായിട്ടുണ്ട്. And there are times when Paul and Barnabas, they sat in the feet of the Lord and they prayed and they made themselves ready for the ministry of God, and they even discussed it among the other people. അന്ന് മുതൽ ഇത് കണ്ടു വളർന്ന ഈ ജോൺ മാർക്കിന് ഒരു ആവേശം ഉള്ളിലുണ്ട്, ഇതുപോലൊക്കെ ഒന്ന് പോയി ചെയ്യണമെന്ന്. And John Mark, who has seen all these things, he also had an urge in his mind to do the same thing. ആ ചെറുപ്പക്കാരനായ യോഹന്നാന്റെ ആവേശം അവനും ഒരു വേലയ്ക്ക് പോകണമെന്നുള്ളതാ. And this John also has a desire to do a ministry. പക്ഷേ പൗലോസിന്റെയും ബർന്നബാസിനോടും ആമേ പരിശുദ്ധാത്മാവ് ഒരു സെന്റ് പേഴ്സണായി അവരെ അയക്കുമ്പോൾ അവരോട് കൂടെ അതിൽ ആകൃഷ്ടനായി യോഹന്നാനും കൂടെ ഒരു വെന്റ് പേഴ്സണായി പോവുകയാണ്. And now we see that when Holy Spirit anoints Saul and Barnabas to go for this ministry, and when they go, we see that John also follows them. മറ്റാരുടെയും കഴിവ് കണ്ട് മറ്റാരുടെയും ശുശ്രൂഷ കണ്ട് നാമും അതുപോലെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തെറ്റല്ല, പക്ഷേ അത് അധികം നാൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. When we see another person's ministry and we like it, we can think that we also want to do something similar, but we do not know whether that will continue in the long run. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ മറ്റൊരുത്തൻ്റെ പ്രത്യേകത കണ്ടു പോയാൽ അത് അപകടമാകുന്നതിന് മുമ്പേ കർത്താവിൻ്റെ വേലയ്ക്കായി കർത്താവിനാൽ അയക്കപ്പെടാൻ ഒന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. And children of God, we should not be looking at other people and their characteristics. Rather, we should humble ourselves to the Holy Spirit that He will guide us and anoint us to the ministry that He has called us for. അവർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന് കണ്ടപ്പോൾ അവർ പാടുന്നു, അവർ പ്രസംഗിക്കുന്നു, അവർ ശുശ്രൂഷിക്കുന്നു, അവർ പ്രവചിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിറയുന്നു. അത് കണ്ട് അതുപോലെ നമുക്കും ചെയ്യാം എന്ന് ആഗ്രഹിക്കരുത്. And when we see another person who is doing the ministry and who is doing worship and doing many other things for God, we should not try to imitate that same person. സ്കോളേഴ്സ് പറയുന്നത് ഒരു റീസൺ, വിത്തൗട്ട് നോ റീസൺ താൻ മടങ്ങി യെരുശലേമിൽ തൻ്റെ വീട്ടിലേക്ക് പോയി. And scholars say that it was without any reason that John left them and went back to Jerusalem. ഒരു റീസണും തിരുവചനത്തിൽ പഠിച്ചാൽ കണ്ടെത്താൻ കഴിയുന്നില്ല. We do not see any reason why John returned. പക്ഷെ ഒരു അനുഗ്രഹീത സാക്ഷ്യം കൂടെ പറയാം. But there is also a blessed testimony. പിന്നീട് ഈ മനുഷ്യന് ഒരു മാനസാന്തരം ഉണ്ടായിട്ട് പൗലോസിന്റെ കൂടെ ബർന്നബാസിന്റെ കൂടെ മടങ്ങി വരുവാനിടയായി. And later on we see that this John, he has a transformation in his life and he comes back and does ministry with Saul and Barnabas. വചനം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നത് പൗലോസ് അവനോട് അവൻ്റെ കുറവ് ക്ഷമിച്ച് അവനെ കൈത്താങ്ങൽ കൊടുത്ത് അവനെ ബലപ്പെടുത്തി പിന്നെ കർത്താവിന് വേണ്ടി അവൻ വളരെ പ്രയോജനപ്പെടുന്നവനായി അവൻ മാറുവാനായിട്ടിടയായി. And the word of the Lord tells us that Paul was able to be with John later on, and he was able to correct him and he was able to bring him back to what the Lord wanted him to do. പുതിയ ദർശനത്തോടെ അവൻ കർത്താവിനെ സ്നേഹിപ്പാൻ സേവിപ്പാനിടയായി തീർന്നു. And he was able to follow God with a new vision that God gave him. മിനിസ്ട്രി ആൻഡ് മിഷൻ എന്ന് പറയുന്നത് വെന്റ് പേഴ്സൺസിനുള്ളതല്ല, സെന്റ് പേഴ്സൺസിനുള്ളതാ. The ministry and vision that God has given is for the people who are sent by God. സെന്റ് വണ്ണിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, If you ask me what is the peculiarity of the people who are sent, അല്പം ഉറക്കളച്ചാലും വെല്ലുവിളി വന്നാലും പ്രതികൂലം വന്നാലും കഷ്ടത വന്നാലും മരിക്കേണ്ടി വന്നാലും പട്ടിണി കിടന്നാലും അവസരം കിട്ടിയില്ലെങ്കിലും ആരും മനസ്സ് വെച്ച് കൂടെ കൊണ്ടുപോയില്ലെങ്കിലും പരാതി പറയത്തില്ല. and the people who are sent by God, whatever adversities happen in their journey, they will not complain about it. കാരണം കർത്താവാണ് അവരെ അയച്ചത് എന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുണ്ടാകും. Because they have the proof that it is the Lord himself who has sent them for this ministry. കർത്താവിൻ്റെ കരമാണ് ഞങ്ങളെ പിടിച്ചിരിക്കുന്നത് എന്നുള്ള വലിയ ധൈര്യം അവർക്കുണ്ടാകും. And they also have the confidence that it is the Lord and the hand of God that guides them in this journey. പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം അവർക്കുണ്ടാവും. And they also know and they also are confident about the fact that it is the Holy Spirit that controls them. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള
വലിയ ആവേശവും താല്പര്യവും ഈ എല്ലാ കാലത്തും അവരോട് കൂടെ ഉണ്ടാവും. And because of that, they will have that great zeal to do the ministry of God all day long. ഇവിടെ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. Let us come back to the verse that we read. ജോൺ മാർക്ക് എന്ന് പറയുന്ന ദൈവദാസൻ അവർക്കൊരു ഹെൽപ്പറായി അവരോട് കൂടെ ഇരിക്കുക. And we see that John Mark was a helper with Saul and Barnabas. എല്ലാവർക്കും പാസ്റ്റർ ആകാൻ പറ്റത്തില്ല. Not everyone can be pastors. എല്ലാവർക്കും മിഷണറി ആകാൻ പറ്റത്തില്ല. Not everyone can be missionaries. എല്ലാവർക്കും പ്രസംഗകരാകാൻ പറ്റത്തില്ല. Not everyone can be preachers. എല്ലാവർക്കും പാട്ടുകാരാകാൻ പറ്റത്തില്ല. Not everyone can be singers. പക്ഷെ ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് നിങ്ങളെ ആള് മാറിയവരെ പോലാക്കി മാറ്റുവാനായി കഴിയും. But if we are ready to humble ourselves to the Lord can change us to a transformed person. So wait for ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. So we have to wait for the time of God. ഇവിടെ പോൾ ഒരു പ്രഭാഷകനായിട്ടുണ്ട്. Now we see that Paul is a good preacher. ബർന്നബാസ് ഒരു പ്രഭാഷകനായിട്ടുണ്ട്. Barnabas is also a good preacher. മർക്കോസിനും കൂടെ പ്രഭാഷകനാകാൻ അവിടെ പറ്റത്തില്ല. Now Mark cannot be a preacher like them. എന്നാൽ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. So now the role that God has given him is to be an assistant to these two people. മലയാളത്തിൽ ആ ഭാഗം ഇങ്ങനെയാ വായിപ്പാൻ കഴിയുന്നത്, അവൻ ഒരു ഭൃത്യനായി അവരോടുകൂടെ, ദാറ്റ് മീൻസ് ഹെൽപ്പർ എന്നാണ് അറിയപ്പെടുവാനിടയിൽ. Now we understand that he was a helper. John was a helper to the other two men. അതൊരു പ്രത്യേക ശുശ്രൂഷയാ ദൈവമക്കളെ. That is a great ministry, children of God. ആർക്കും ഇഷ്ടമുള്ളതല്ലെങ്കിലും ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവ സന്നിധിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ശുശ്രൂഷയായി തന്നെ കാണണം. കാരണം മറ്റൊരു ദിവസം നീ ആമേൻ ആഗ്രഹിച്ച ആ ഉയർച്ചയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് അത് മുഖാന്തരം ഇടയായി തീരും. And if today God is using you to help in certain ministries, you should understand that that is the privilege that God has given us, and in the future days God will take you to the ministry that he has ordained you for. ഹെൽപ്പറിനെ ആരും കണ്ടെന്ന് വരത്തില്ല. Not all people will see the helper. ഹെൽപ്പറിനെ ആരും അപ്രീഷിയേറ്റ് ചെയ്തെന്ന് വരത്തില്ല. Not all the people will appreciate this helper. ഹെൽപ്പറിനെ ആർക്കും പ്രൊമോഷൻ കൊടുത്തെന്ന് വരത്തില്ല. And no one is going to give a promotion to this assistant. ഹെൽപ്പറിനെ എന്നും ഹെൽപ്പറായി തന്നെ കാണാൻ ആളുകൾ ആഗ്രഹിച്ചേക്കാം. And maybe people will desire to see the helper as a helper for all day long. അതൊരു പ്രത്യേക ശുശ്രൂഷയായി കാണണം. But you have to consider that as a peculiar ministry. പക്ഷേ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുന്നു. But let me remind you one thing. നീ ഒരു സഹശുശ്രൂഷകനായി അല്ലെങ്കിൽ ഒരു ഭൃത്യനായി കർത്താവിന്റെ വേലയ്ക്ക് അസിസ്റ്റ് ചെയ്തെങ്കിൽ ഒരു ദിവസം നിന്നെയും ഉയർത്താൻ കഴിവുള്ള ദൈവത്തിലാണ് നീ ആശ്രയിച്ചതെന്നും നീ പ്രവർത്തിച്ചതെന്നും നീ ശുശ്രൂഷിച്ചതെന്നും നിന്റെ ഉള്ളം ഇന്ന് പകൽ ആമേൻ വളരെ വ്യക്തമായി ദൈവസന്നിധിയിൽ പകരുവാനിടയായി തീരണം. And today you should remember the fact that if God has used you as an assistant or is using you as an assistant in certain ministries, God can honor you and bring you to a level that God wants you to be Amen. in. Amen. പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞ പാസ്റ്ററുടെ പെട്ടി പിടിച്ചു നടന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. In olden language we would say that I assisted the pastor by holding his bag. ചിലരെ പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ. ഒത്തിരി പേര് കർത്താവിന്റെ ദാസൻ വലിയ പച്ചൻ പാസ്റ്ററുടെ ഒക്കെ പെട്ടി പിടിച്ചുകൊണ്ട് നടന്നവനാണെന്ന് പറയാറുണ്ട്. We have heard people say that I have held the bags and different stuffs of senior pastors. അപ്പച്ചൻ്റെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് കൊടുത്തു, അപ്പച്ചൻ്റെ ബൈബിളൊക്കെ പൊടി തട്ടി കൊടുത്തു, അങ്ങനെ അപ്പച്ചൻ്റെ കൈക്കൊക്കെ പിടിച്ച് കൊണ്ട് നടന്ന ഒത്തിരി ശ്രേഷ്ഠന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And there are so many privileges people who were able to help senior pastors and help them in everything that they needed. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരു സഹശുശ്രൂഷകൻ ഭൃത്യനായി. And now here we see that we can say that this person was a person who was able to pour water and give it to the main preacher. എന്നാൽ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. But relating to my life, let me tell you one thing. ജീവിച്ച കാലം മുഴുവൻ, എൻ്റെ യൗവന പ്രായം മുഴുവൻ ആമേൻ ഒരു സഭ ഹോളിനകത്ത് ആമേൻ അന്നും ഇന്നും ഒരു ക്ലീനറായി തന്നെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക. And the Lord has enabled me from my youth until this time of mine to be a cleaner in the church of God. ജനിച്ചതും വളർന്നതും പാസനേജിനകത്ത്. And I was born and raised in a parsonage. അന്ന് മുതൽ തുടങ്ങിയ ഒരു ഹെൽപ്പർ പണിയാ. And from then on I began this work of a helper. ഒരു തുള്ളി പൊടി തൂത്ത് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കാൻ ഏൽപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വലിയ ഒരു
ഒരു ഒരു ഒരു വലിയ ഓഡിറ്റോറിയം പോലുള്ള ഹോളുകളൊക്കെയാണ്, കുഞ്ഞു പാസനേജും വലിയ ഹോളും ഒക്കെ ഉള്ള ചർച്ചുകൾ ഇരുന്നിട്ടുണ്ട്. ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് സുഖമായി തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ സൺഡേ മോർണിംഗാണ്. എൻ്റെ അപ്പൻ ആ കാലിലെ ചെരുപ്പ് അവിടെ അഴിച്ചിട്ടിട്ട് ഇതുവഴി ഇങ്ങനെ നടന്നു നോക്കും, ഒരു പൊടിയെങ്കിലും ഉണ്ടോ എന്ന്. And in my olden days, I remember in small and big churches where I used to clean the floors of the church, and my father would come and inspect if there is any dust that is left. എവിടെങ്കിലും പൊടിയുണ്ടെങ്കിൽ വിളിക്കും, നീയാണോ ഇവിടെ ക്ലീൻ ചെയ്ത്, ഇവിടെ ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് പോകാൻ പറയും. And if there is any dust that is still there, he would call me and ask me to clean it again. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, To the children of God who are present here today, ആമേൻ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. there is one thing that I want to remind ജീവിതത്തിൽ you. കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം, The one thing that I have experienced and one thing that I have seen in my life. അന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തവർ, All those people who were able to pour water then. അന്ന് പെട്ടി പിടിച്ചവർ, Those people who are able to hold the bags then. അന്ന് വണ്ടിക്കകത്തേക്ക് കയറ്റിയവർ, And those people who are able to send you to അന്ന് another കാലിന്റെ place. ചെരുപ്പിന്റെ ബെൽറ്റ് ഇട്ട് കൊടുത്തവർ, And those people who are able to help in tying their ഇന്ന് boots. ദൈവസന്നിധിയിലെ മഹാന്മാരായി, ശ്രേഷ്ഠന്മാരായി, ശക്തന്മാരായി, കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടവരായി മാറിയത് ജീവിതത്തിന്റെ അനുഭവത്തിൽ കണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ മുമ്പിൽ ഒരു ശ്രേഷ്ഠ പദവിയുമില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ദൈവ സ്നേഹത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. And I have seen all those people now in privilegious position, and because of that I know that there is no privilegious positions in the sight of the Lord. All people are one, and the Lord has love towards all ministries. ഇന്ന് പകൽ നീ ഒരു മനോഭാവം വേണം. ഇന്നൊരു ദാസനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു ഹെൽപ്പറായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, കർത്താവ് നിന്നെ കാണുന്നുണ്ട്. നിന്നെ മുൻപേ കൊണ്ടുവരുവാൻ, നിന്നെ മുന്നിലെത്തിപ്പാൻ സർവശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. And today you should understand that today if you are used as a helper, the Lord is able, and the Lord can bring you up to the front and do a ministry that he wants you to do. യോഹന്നാനെ ദൈവം കൈവിട്ടില്ല. God did not forsake John. യെരുശലേമിലെ ഏർലി ക്രിസ്ത്യൻ ചർച്ചിൽ ഒരു സെൻട്രൽ ഗാദറിംഗ് പ്ലേസ് ആയിട്ട് തൻ്റെ ഭവനം, തൻ്റെ അമ്മയായ മറിയയുടെ ഭവനം താൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. And he was a man who was able to devote his house as a central dwelling place in Jerusalem. യോഹന്നാനെ കുറിച്ച് വചനം പറയുന്നത് ബർന്നബാസിന്റെ കസിൻ ആയിരുന്നു എന്നാണ്. And we also know that he was the cousin of Barnabas. പോളിനോടും ബർന്നബാസിനോടും കൂടെ ഹെൽപ്പറായിട്ട് താൻ വന്നു. And now he is a helper with Paul and Barnabas. അപ്പോസ്തലപ്രവൃത്തി 13:13 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, താൻ പിന്നീട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. And in verses 13 we see that he returned back to Jerusalem. അൺനോൺ റീസൺ എന്നാണ് നമുക്ക് കാണുന്നത്. And scholars say that there is an unknown reason, that there is no reason. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വേലയ്ക്ക് പോയവൻ ഇട്ടിട്ട് വീട്ടിലേക്ക് പോയി. In our language we would say that they were sent for a ministry but they left it and went back home. ഒരു ഫെയിലിയർ ആയിട്ട് നമ്മൾ അതിനെ കാണുന്നു. We would consider that as a failure. അത് പക്ഷേ ഒരു എൻഡ് ഓഫ് ദ സ്റ്റോറി അല്ല. But that was not the end of the story. പിന്നീട് താൻ സീരിയസ് ആയി ദൈവവേലയ്ക്ക് വേണ്ടി മടങ്ങി വന്നു. He later on came back and he did the ministry of God in a serious manner. 2 Timothy chapter 4 verse 11 4:11 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വേഗത്തിൽ മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരിക. And in the book of 2 Timothy we see that Paul says that you have to bring John in haste. അവൻ എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ. Because he is the one who is used for my ministry. നമുക്കൊരു അറിവുമില്ല എന്താണ് ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചത്. We do not have any knowledge about what happened in between these two events. പക്ഷെ ഒരു കാര്യം പറയട്ടെ. But one thing let me remind you. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 15 ബർന്നബാസിനോട് പറയുന്നുണ്ട്, ഇനി ജോൺ മാർക്കിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇച്ഛിച്ചു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ബർന്നബാസിനോട് പറയുക, തങ്ങളെ വിട്ട് പോയ പ്രവൃത്തി പൂർത്തീകരിക്കാത്തവനെ ഇനിയും കൂട്ടിക്കൊണ്ടുപോകുന്നത് യോഗ്യമല്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും. And here we see in Acts chapter 15 that first Paul says that the person who did not complete the work of God with them should not be brought back. അവർ തമ്മിൽ വളരെ ഉഗ്ര അപവാദമുണ്ടായി എന്നാ പറയുന്നത്. And there we see that there was a dispute because of this event. ബർന്നബാസ് മർക്കോസിനെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. But Barnabas was ready to bring back John. പിന്നീട് പറയുന്നു, മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരിക, അവൻ
എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ. But the same Paul we see in later on, he says that you bring back John because he is the one who is used for my ministry. കൊലോസ്യ ലേഖനം 4:10 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കൊലോഷ്യൻ ചാപ്റ്റർ 4:10 ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ സഹബദ്ധനായ അരിസ്തോസും ബർന്നബാസിൻ്റെ കസിനായ മർക്കോസും അവർ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവരെ നിങ്ങൾ കൈക്കൊള്ളണം. And that is why in Colossians chapter 4 verses 10 we see that Aristarchus, my fellow prisoner, greets you with Mark, the cousin of Barnabas, about whom you received instruction. If he comes to you, welcome him. അത്ര മനോഹരമായിട്ടാണ് ഈ പൗലോസ് തന്നെ ബർന്നബാസിനെ ഈ യോഹന്നാനെ കുറിച്ച് പറയുന്നത്. And now we see how beautifully Paul mentions about the same John Mark. ഫിലോമോൻ അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവേശുവിൽ എൻ്റെ സഹബദ്ധനായ എപ്പഫ്രാസും കൂട്ടുവേലക്കാരനായ മർക്കോസും വന്ദനം ചൊല്ലുന്നു. And we see in Philemon chapter 2 1 verses 25 we see that greetings is given by Mark, who is a fellow servant of his. എന്നെ കൊള്ളത്തില്ലെന്ന് മാറ്റിവെച്ച സ്ഥാനത്ത് അതേ പൗലോസ് കൂട്ടുവേലക്കാരൻ എന്ന് പറയുകയാണ്. And the same Paul who first rejected John, now he says that he is a fellow servant with him. അവനിപ്പോൾ ഒരു ഹെൽപ്പർ എന്നല്ല പറയുന്നേ, ഫെലോ ലേബറർ എന്ന് പറയുകയാണ്. But now he does not say that he is a helper to him anymore, rather he is a fellow servant of his. എന്താണ് ഇവിടെ വിളിച്ചു പറഞ്ഞൊരു സത്യം? What is the truth that we understand? കഴിഞ്ഞ കാല ജീവിതത്തിൽ നീ ചെയ്ത വിഷയത്തിൽ നീ ഒതുങ്ങിക്കിടക്കരുത്. അതിനപ്പുറം നിന്നെ ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിയുമെന്ന് സർവശക്തൻ ഈ ജോൺ മാർക്കിലൂടെ ദൈവസഭയെയും എന്നെയും നിങ്ങളെയും പ്രബോധിപ്പിക്കുകയാണ്. And the Holy Spirit is reminding us that whatever we have done until now, we should not be confined to it, because the Lord can use us for a ministry much more than that. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. Maybe there are difference of opinions. ഇഷ്ടപ്പെടലും ഇഷ്ടപ്പെടായ്മയും ഉണ്ടാകാം. Maybe there is likeness and unlikeness. മാറ്റി നിർത്തി വെച്ചേക്കാം. Maybe you are rejected by people. ചിലപ്പോൾ പിന്മാറി പോയേക്കാം. Maybe you are backsliding. അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. Maybe you're losing your opportunities. ഇനി നിന്നെ വേണ്ട, നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയേക്കാം. Maybe you are rejected and said that you do not have enough proficiency to do certain things. നല്ലൊരു ദൂത് പറയട്ടെ. But let me remind you a message. ആത്മീക ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം ഞാൻ വിളിച്ചു പറയാം. There is a truth that you should understand about your spiritual life. എന്നും ഒരു ദൈവ പൈതലിന് ക്രിസ്തുവിൽ എന്നും ആമേൻ ഒരു always a place for restoration, ഒരു restoration വേണ്ടി ഒരു സ്ഥലമുണ്ട് എന്ന് ഞാൻ ഇന്ന് വിളിച്ചു പറയുകയാണ്. Let me remind you that for a child of God there is a place of restoration. ഒരു ഹെൽപ്പർ എന്നതിൽ നിന്നും ആമേൻ നിന്നെ ഒരു ഫെലോ വർക്കർ ആക്കി മാറ്റാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ഈ സത്യം ഞാൻ ദൈവസഭയെ വിളിച്ചു പറയുകയാണ്. And let me remind you the fact that the Lord can transform you from a helper to a fellow co-worker. എന്നും ഒരു മാറ്റത്തിന് സാഹചര്യമുള്ള സ്ഥലമാ ദൈവസഭ എന്ന് പറയുന്നത്. And there is always a chance of change in the church of God. പകൽ ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ. Let me ask you this question as I conclude. ഒരു വെന്റ് പേഴ്സൺ ആയിട്ട് മാറാനാണോ ഒരു സെന്റ് പേഴ്സൺ ആയി മാറാനാണോ ആഗ്രഹം? Do you want to be a person who went or a person who was sent? പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. Let us ask this question to the Holy Spirit. എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളണം. Let us be able to assure the calling and the anointing that the Lord has given us. എവിടെയാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ആക്കാൻ ആഗ്രഹിക്കുന്ന അവിടേക്ക് ദൈവം നിന്നെ ഉയർത്തും. And where the Holy Spirit wants you to be used, to that position the Lord will raise you and lift you. അതിനായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? Are you ready to humble yourself for this calling? ഒരു സത്യം വിളിച്ചു പറയട്ടെ. Let me remind you one truth. യേശു വരാറായി. The Lord Jesus will come back soon. നാം നമ്മുടെ വേല തികയ്ക്കാൻ സമയമായി. And it is time for us to fulfill the ministry that we have. കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ If the Lord has called us, ഇനി ഇറങ്ങാൻ വെയിറ്റ് ചെയ്യരുത്. we should not wait to come out, ഇനി അതിനുള്ള സമയമില്ല. because we do not have the time to wait. സഭ ഒരുക്കമാ. The church of God is ready.
കർത്താവിൻ്റെ വരവിനായി പോകാൻ. The church of God is ready for the second coming of പക്ഷേ Christ. നിങ്ങൾ റെഡിയാണോ കർത്താവിൻ്റെ വേലയ്ക്കായി? But are we ready to do the ministry of God? അവന്റെ വചനം ഇങ്ങനെ പറയുന്നത്, The word of the Lord says, ഫീൽഡ് റെഡിയാ, പക്ഷെ വേലക്കാരോ ചുരുക്കം. the word of the Lord says that the field is ready, but the harvesters are few. ഹാർവസ്റ്റ് ഈസ് റെഡി, പക്ഷേ ദൈവത്തിന്റെ വേലക്കാർ വളരെ ചുരുക്കമാണ്. And we see that the harvest is ready, but the laborers are few. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുമോ? Can we all rise? ദൈവം ഭാഗെ സമർപ്പിക്കുമോ? Let us humble ourselves. എപ്പോഴാ നമ്മുടെ അവസാന ശ്വാസം എന്ന് നമുക്കറിയത്തില്ല. We do not know when our last breath is. എപ്പോഴാ കർത്താവിന്റെ വരവെന്ന് അറിയത്തില്ല. And we also do not know when is the second coming of the Lord Jesus. വേലയ്ക്കായി കർത്താവിന് വേണ്ടി ഒരുങ്ങാൻ റെഡിയാകുമോ? Are we ready to humble ourselves to the ministry of God? എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടതും പോയതും വന്നതും തന്നതും മറന്നിട്ട് Let us forget all the opportunities that we received and which we did not receive. ഇന്ന് പകൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ശക്തരാകാൻ പറ്റുമോ? Can we be ready to do the ministry of God? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. It is for the ministry of God. ട്രൂ ലൈറ്റ് ചർച്ചിന്റെ വേലയ്ക്കായിട്ടല്ല. It is not for the ministry of True Light Church. കർത്താവിന്റെ വേലയ്ക്കായി. It is for the ministry of God. നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാകും? Are we ready to humble ourselves for that ministry? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുമോ? Are we ready to humble ourselves for the ministry of God? എല്ലാം വിട്ട് ഓടിപ്പോയ ഒരു മനുഷ്യനാ ഞാൻ. I am a person who sent everything away and went in my own way. ഇനി ഈ വേല വേണ്ടെന്ന് പറഞ്ഞ് ഓടിയവനാ ഞാൻ. I am a person who said that I don't want to do this ministry. പിതാവ് പോയി, എൻ്റെ മൂത്ത സഹോദരൻ പോയി, ഞാൻ അതിനില്ലെന്ന് പറഞ്ഞ് ഓടിയവനാ ഞാൻ. And I knew that my father and my elder brother was in this ministry, and I said I did not want to go to this ഞാൻ എവിടായിരുന്നെന്ന് പോലും ministry. അറിയാത്ത ചില നാളുകൾ എൻ്റെ വീട്ടിൽക്കാർക്കുണ്ട്. And there are times when my family did not know where I was. ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് ആമേൻ നോർത്ത് ഇന്ത്യയിൽ കറങ്ങിയ നാളുകളുണ്ട്. There are times when I was in North India and no one knew where I am. എനിക്ക് ഈ ശുശ്രൂഷ വേണ്ടെന്ന് വെച്ച് തീരുമാനിച്ച് അതിന് വേണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയും ഗൾഫിൽ കടക്കണമെന്ന് വിചാരിച്ച് ഞാൻ പോയ പോക്കുണ്ട്. And there was a time that I did not want to do this ministry and I want to flee away to the Gulf. മതി, പഴിയും ദുഷിയും നിന്നയും അപവാദങ്ങളും മാറ്റി നിർത്തലുകളും പൊളിറ്റിക്സും ഒക്കെ കണ്ടിട്ട് ഇത് വേണ്ട കർത്താവേ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടവനാ ഞാൻ. I was a person who said that I don't want to see these rejections, I don't want to see these hypocrisies, I don't want to see this politics, and I don't want to do this ministry for God. ടിക്കറ്റ് എടുത്ത് ദോഹയ്ക്ക് പോകാൻ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോട്ടലിൽ ജോലിക്ക് വേണ്ടി ആമേൻ ബീസായും കൈ പിടിച്ച് എയർപോർട്ടിലേക്ക് പോകാൻ പോയപ്പോൾ അന്ന് എൻ്റെ കർത്താവ് ആ എയർപോർട്ട് അടച്ചത് കൊണ്ട് മടങ്ങിയെത്തേണ്ടതായിട്ട് വന്നു. And when I had my tickets ready to go to a place and I was in the airport that day, the Lord touched me, and because the airport was shut off, I could not fly. നിർബന്ധത്തിന് മുമ്പിൽ എൻ്റെ പിതാവ് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയും വിറ്റ് അതിൻ്റെ പണവും തന്ന് വിസയ്ക്ക് പൈസയും കൊടുത്ത ഞാൻ ദോഹയ്ക്ക് പോകാൻ വലിയ ആളായി പോയതാ. പക്ഷെ പ്ലേഗ് എന്ന് പറയുന്ന ആ മഹാമാരി വന്നതുകൊണ്ട് എയർപോർട്ട് അടച്ചു, ഞാൻ തിരിച്ച് വീട്ടിലെത്തി. And because of my compulsion, my father gave me the money to go to a different place and get a livelihood there. But because of a plague that came, I could not go. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, If the Lord has a plan, നീ എത്ര വലിയവനായാലും, how big you are, നീ എത്ര മഹാനായാലും, how prominent you are, നീ എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും, how knowledgeable you നീ എത്ര are, പ്രൊഫഷണൽ ഉള്ളവനായാലും, how professional you നീ are, എത്ര കഴിവുള്ളവനായാലും, how much of might you have, ദൈവം മടക്കി കൊണ്ടുവരും. the Lord will bring you back. ദൈവം പിടിച്ചാൽ If the Lord catches hold of you, ആർക്കും നിന്നെ വിടുവിപ്പാൻ കഴിയത്തില്ല. no one can take you away. എന്റെ അനുഭവമാണ് ഞാൻ That പറയുന്നത്. is my experience that I മടക്കി proclaim. കൊണ്ടുവന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. Because that God lives even today. എന്നെ മടക്കി കൊണ്ടുവന്ന ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. And the Lord that transformed me lives even എന്റെ today. അപ്പന്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട ദൈവം ഇന്നും ജീവിക്കുന്നു. And the Lord who saw the tears of my mother and my father, he lives എന്റെ അപ്പന് today. എന്റെ പിതാവ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. My father told one thing. ഞാൻ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ When I surrendered myself for എല്ലാം സപ്പോർട്ട് ministry, ചെയ്യുന്നു വിചാരിച്ച എന്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു, when I thought my father will മോനെ support me, നിന്റെ he മൂത്ത said, മകൻ അവനെ ഞാൻ പറഞ്ഞയച്ചു. oh son, my first son, I sent him for the ministry.
നിന്നോട് ഞാൻ പറയുന്നു, To you also I say this. വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഓർത്തോണം, When you go for the ministry, you should remember. സേഫ്റ്റി പിൻ ചോദിച്ചു പോലും ഇവിടെ കയറി വരും. You should not come back even to get a safety pin. നീ കർത്താവിനോട് ചോദിച്ചോണം. You have to ask the Lord for it. നീ കർത്താവിന്റെ വേലക്കാരനാ. Because you are the servant of നീ God. കർത്താവിനോട് ചോദിച്ചോണം. Because you have to ask the അന്ന് Lord. ചോദിക്കാൻ തുടങ്ങി. And from then on I ask the ഇന്ന് എന്റെ Lord. കർത്താവ് തരുന്നുണ്ട്. And even today my Lord is giving എന്റെ me. പിതാവ് പോയി. My father left. ആരിലും ആശ്രയിക്കാൻ എന്നെയും എന്റെ കുടുംബത്തെയും ദൈവം സമ്മതിച്ചില്ല. The Lord did not allow me or my family to rely on any കർത്താവിൽ person. ആശ്രയിപ്പാൻ എന്നെ പഠിപ്പിച്ചു. My father taught me to rely on ഒരു my Lord. യോഗ്യതയുമില്ലാതിരുന്നിട്ടും ഈ രാജ്യത്ത് വന്നു. Even though I did not have any privilege, I came ഈ to this land. മഹാസഭയുടെ പാസ്റ്ററാകാൻ ദൈവം അവസരം And നൽകി. the Lord gave me the privilege to be a pastor of this church. സ്നേഹമാദരവും ഞാൻ പ്രാപിപ്പാൻ ഈ എളിയവനെ ദൈവം And സഹായിച്ചെങ്കിൽ. the Lord gave me the ability to receive the love പ്രിയ and reverence. സഹോദരങ്ങളെ, To the children of God, ആ വിളിച്ച ദൈവം ഇന്ന് ജീവിക്കുന്നു. that same God lives today. ആ വിളിച്ച ദൈവം ഇന്ന് ജീവിക്കുന്നു. And the same God who called me അപ്പനും lives അമ്മയും today. മാറിപ്പോകും. Maybe your father and your mother will move സഹോദരങ്ങൾ away. മാറിപ്പോകും. Maybe your brothers will move away. കുടുംബക്കാർ മാറിപ്പോകും. Maybe your family members will move away. സ്നേഹിതർ മാറിപ്പോകും. Maybe your friends will move away. എതിർപ്പുകൾ വരും. Maybe you will get many rejections. പ്രതികൂലങ്ങൾ വരും. Maybe you will see adversities. പട്ടിണി കിടക്കും. Maybe you will have to face a ആരോടും famine. പരാതി പറയരുത്. You should not complain to ആരോടും anyone. പരാതി പറയരുത്. You should not complain to ആരോടും anyone. പരാതി പറയരുത്. You should not complain to നിന്റെ anyone. യജമാനൻ നിന്നെ നോക്കിക്കൊള്ളൂ. Because your father and your master നിന്റെ will take care of യജമാനൻ you. ജീവിക്കുന്നു. Because your master lives. നിന്റെ യജമാനൻ മരിച്ചിട്ടില്ല. Because he did not die. അവൻ മരിച്ചു പോയവനല്ല. അവൻ ഉയർത്തെഴുന്നേറ്റവനാ. Because he has risen. അവൻ ഇന്ന് ജീവിക്കുന്നു. Because he lives today. അവൻ ഇന്ന് ജീവിക്കുന്നു. Because he lives today. അവൻ മതി. And he is enough for us. Hallelujah. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ളം കൈയിലിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കൈയിലിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു
എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ